നിലമ്പൂരിൽ വി.എസ്. ജോയ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായാൽ ആര്യാടൻ ഷൗക്കത്ത് എൽ.ഡി.എഫിനൊപ്പം നിൽക്കുമെന്നൊരു കെട്ടുകഥയുണ്ടായിരുന്നു പലയിടത്തും. എന്നാൽ ഈ അഭ്യൂഹം തള്ളുകയാണ് ആര്യാടൻ ഷൗക്കത്ത് തന്നെ. മരിക്കും വരെ കോൺഗ്രസിനൊപ്പം നിൽക്കുമെന്നും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഷൗക്കത്ത് റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംഘടനാ സംവിധാനം സജ്ജമാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. യു.ഡി.എഫിൻ്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആരെയാണോ പ്രഖ്യാപിക്കുന്നത് ആ പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ഇവിടെ നിലമ്പൂർ സദാ സജ്ജമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ യു.ഡി.എഫ് പ്രവർത്തകരുടെ ഇടയിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഇല്ല എന്ന് മാത്രമല്ല, യു.ഡി.എഫ് പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ വിശേഷമാണ് നിലവിലുള്ളത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നതയില്ലെന്ന് എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും വ്യക്തമാക്കുന്നു. നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി അവിടെ ജയിക്കും. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ പ്രഖ്യാപിക്കുന്നതിന് ഉടൻ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും വരും. ഒരഭിപ്രായ വ്യത്യാസം അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ആരെങ്കിലുമൊക്കെ സ്ഥാനാർത്ഥി ആവണമെന്ന് നമുക്ക് ആഗ്രഹിക്കുന്നത് അതിനെ ഊതി ഉറപ്പിച്ച് കോൺഗ്രസിൽ ഭിന്നതയാണെന്ന് പറയുന്നതിനകത്ത് ഒരടിസ്ഥാനവുമില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അണിനിരക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കും ആ ഇലക്ഷൻ. നോക്കിക്കോ, നിങ്ങൾ എഴുതി വെച്ചോ, ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞോട്ടെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ടായിരിക്കും ആ തെരഞ്ഞെടുപ്പിൽ. അതിനിടെ യു.ഡി.എഫ് പ്രവേശനത്തിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് പി.വി. അൻവർ. ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം പൂർത്തിയാക്കണമെന്നാണ് അൻവർ ഉയർത്തുന്ന ആവശ്യം. നിരുപാധിക പിന്തുണയെന്നത് സൗകര്യമായി ആരും കണക്കാക്കരുതെന്നും മുന്നണി പ്രവേശനം ഉണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യമടക്കം ആലോചിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസ് മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ കെ.ടി. അബ്ദുറഹ്മാൻ പറയുന്നു. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന്മേൽ അനുകൂല തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അത് ഈ നിലമ്പൂർ ബൈ ഇലക്ഷന് മുമ്പ് തന്നെ അത്തരമൊരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ അത് കരുതുന്നത്. കത്ത് കൊടുത്തിട്ട് 2 മാസം ആയെങ്കിലും യു.ഡി.എഫ് അതിനുശേഷം ഒരു പ്രാവശ്യമേ കൂടിയിട്ടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം യു.ഡി.എഫ് കൂടിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. എന്തായാലും അടുത്ത യു.ഡി.എഫ് മീറ്റിങ്ങിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ അത്തരമൊരു തീരുമാനം, അനുകൂല തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് മുബഷിർ പി. അക്ബറാണ്. മുബഷിർ, ഗുഡ് ഈവനിങ്. ഇവിടെ പി.വി. അൻവർ അല്പം ഇടഞ്ഞ മട്ടാണ്. കാരണം യു.ഡി.എഫ് പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവുമായിട്ടില്ല. അൻവറിന്റെ മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് നിലമ്പൂരാണ്. നിലമ്പൂർ സീറ്റിൽ ജയിപ്പിച്ചു കൊടുക്കാം എന്നതാണ് പി.വി. അൻവർ കൊടുത്തിരിക്കുന്ന വാഗ്ദാനം. ഉപാധികളില്ലാതെ എന്ന് അന്ന് പറഞ്ഞെങ്കിലും മുന്നണിക്കുള്ളിലേക്ക് എത്തുക എന്നത് തൃണമൂലിന്റെയും അൻവറിന്റെയും ആവശ്യമാണ്. അതോടൊപ്പം ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ എന്തായാലും മറുകണ്ഠം ചാടാനില്ല എന്ന ഒരു നിലപാട് നമ്മളോട് പറയുകയും ചെയ്ത പശ്ചാത്തലമാണല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളെ നോക്കിക്കാണേണ്ടത് മുബഷിർ? സുജയ പാർവതി, സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യു.ഡി.എഫിൽ പ്രതിസന്ധി രൂക്ഷമായ ഒരു ഘട്ടത്തിലാണ് ആര്യാടൻ ഷൗക്കത്ത് നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ ഒരു തരത്തിലുള്ള തർക്കവും കോൺഗ്രസിലില്ല എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കുന്നത്. ആര്യാടൻ മുഹമ്മദിൻ്റെ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളത്. ആ ഒരു പൈതൃകം മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. മരിക്കുന്ന സമയത്തും തൻ്റെ പിതാവായിട്ടുള്ള ആര്യാടൻ തന്നോട് പറഞ്ഞിരുന്നത് കോൺഗ്രസിൻ്റെ പതാക പുതപ്പിക്കണമെന്നുള്ളതായിരുന്നു. സമാനമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് തന്നെ സംബന്ധിച്ചുമുള്ളത്. താൻ മരിക്കുവോളം കോൺഗ്രസ് പ്രവർത്തകനായിരിക്കും എന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് വ്യക്തമാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ഇടത്തോട്ട് പോയി ഇടത് സ്വതന്ത്രനായി മത്സരിക്കുമെന്ന പ്രചാരണങ്ങൾക്കൊക്കെ തന്നെ കടുത്ത ഭാഷയിൽ അദ്ദേഹം മറുപടി പറയുന്നു എന്നുള്ളതാണ്. യു.ഡി.എഫിനെ സംബന്ധിച്ച് മണ്ഡലം സജ്ജമാണ്. നേരത്തെ വയനാട് ലോക്സഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ നടന്ന സമയത്ത് ഏറ്റവും അധികം ഭൂരിപക്ഷം നൽകിയ 2ാമത്തെ നിയോജക മണ്ഡലമാണ് നിലമ്പൂർ എന്നുള്ളത്. സംഘടനാ സംവിധാനം ഇവിടെ ഭദ്രമാണ്. വി.എസ്. ജോയിയൊക്കെ തന്നെ നല്ല പ്രവർത്തനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്ന് ആര്യാടൻ ഷൗക്കത്തെ ആവർത്തിച്ച് പറയുകയുണ്ട്. എന്തായാലും ഈ 2 പേരുകൾ, വി.എസ്. ജോയ്, ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരുകൾ വളരെ സജീവമായി ഉയർന്നു കേട്ടുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ പ്രതികരണം പ്രസക്തമാക്കുന്നത്. അദ്ദേഹം ആദ്യമായിട്ടാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം റിപ്പോർട്ടർ ചാനലിലൂടെ നടത്തിയത് എന്നുള്ളതാണ്. മറുഭാഗത്തെ തൃണമൂൽ കോൺഗ്രസിന് മേലുള്ളൊരു സമ്മർദ്ദവും ഈ ഒരു ഘട്ടത്തിൽ ശക്തമാക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുന്നണിയിലേക്ക് എടുക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത്. അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വരാനുള്ള സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള വിമർശനങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നു എന്നുള്ളതാണ്. നേരത്തെ പി.വി. അൻവർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു. യു.ഡി.എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നുള്ളതും പി.വി. അൻവർ പറഞ്ഞിരുന്നു. അതോടുകൂടിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളൊക്കെ തന്നെ ഇത്തരം പ്രതികരണങ്ങളുമായി രംഗത്ത് വരുന്നത്. സുജയ, മുബഷിർ പി. അക്ബറാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി